രാഹുലെ പാല അടുത്ത നിയമസഭാ ഇലക്ഷൻ വന്നിരിക്കുകയാണ്. ഈ 6 ദിവസങ്ങൾ കൂടി ബാക്കി നിൽക്കെ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന പാലാ നിയോജക മണ്ഡലം. അവിടെ തന്നെ മത്സരിക്കുന്നത് 3 അതികായരെന്ന് തന്നെ പറയണം. ഒന്ന് LDF വേണ്ടി കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണി, അതുപോലെ തന്നെ UDF വേണ്ടി മാണി സി കാപ്പൻ, നമ്മുടെ NDA BJP സഖ്യത്തിൽ അവിടെ മത്സരിക്കുന്ന ഡോക്ടർ ഷോൺ ജോർജ്. പക്ഷേ മൊത്തത്തിൽ ഈ പറയുന്ന എക്സിറ്റ് പോളുകളെല്ലാം തന്നെ മാണി സി കാപ്പന് അനുകൂലമാണ്. കാരണം UDF അനുകൂലമായിട്ട് നീങ്ങുമ്പോൾ, അത് മൊത്തത്തിൽ കേരളം ഒന്നാകെ UDF അനുകൂലമായി നീങ്ങുമ്പോൾ പാലായുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്താകും സൂചിപ്പിക്കുന്നത്? അല്ല, സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടിരുന്നു. ആ പുറത്തുവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ചില മാധ്യമങ്ങൾ പറയുന്നത് അവിടെ വലിയൊരു ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും. അതായത് ത്രികോണ പോര് നടക്കുന്ന ഒരു മണ്ഡലമായിട്ടാണ് പാലയെ കാണുന്നത്. പക്ഷെ അവസാന ലാപ്പിൽ മാണി സി കാപ്പൻ വിജയിച്ചു വരും എന്നാണ് പറയുന്നത്. ചിലർ പറയുന്നത് അത്ഭുതങ്ങൾ സംഭവിക്കും, ഷോൺ ജോർ അവിടെ കടന്നു വരും എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ മറ്റു ചിലർ പറയും അവിടെ എന്ത് തന്നെയാണെങ്കിലും മാണിയുടെ മണ്ണാണ്, ജോസ് കെ മാണിക്ക് വിജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ട് എന്ന് പറയുമ്പോഴും നമ്മൾ പാലയുടെ കണക്കെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ 2016 KM മാണി മത്സരിക്കുന്നൊരു തെരഞ്ഞെടുപ്പിൽ KM മാണിക്ക് കിട്ടുന്ന വോട്ട് എന്ന് പറയുന്നത് 58,884 വോട്ടുകളാണ്. അന്ന് മാണി സി കാപ്പന് കിട്ടുന്നത് 54,181 വോട്ടുകളാണ്. BJPക്ക് അന്ന് 24,821 വോട്ടുകളാണ് കിട്ടുന്നത്. പക്ഷേ നമ്മൾ അത് കഴിഞ്ഞിട്ട്, അതായത് KM മാണി എന്ന് പറയുന്ന അതികായൻ, കേരള രാഷ്ട്രീയത്തിൽ തന്നെ അതികായൻ മരണപ്പെട്ടതിന് ശേഷമുള്ളൊരു തെരഞ്ഞെടുപ്പ് 2019 ബൈ ഇലക്ഷൻ. ആ ബൈ ഇലക്ഷനിൽ മാണി സി കാപ്പൻ വിജയിക്കുന്നത് 54,137 വോട്ടിനാണ്. അവിടെ അഡ്വക്കേറ്റ് ജോസ് ടോൺ ആയിരുന്നു മത്സരിച്ചത്. അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 51,194 വോട്ടുകളാണ്. അപ്പോൾ BJPക്ക് 18,000 വോട്ടുകളാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം രാഷ്ട്രീയത്തിൽ വളരെ വലിയ ട്വിസ്റ്റുകൾ സംഭവിച്ചൊരു മണ്ഡലം കൂടിയാണ് പാല എന്ന് പറയുന്നത്. വളരെ കാലം UDF നിന്നിട്ടുള്ള മാണി ഗ്രൂപ്പ് പിന്നീട് വിഭജിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ജോസ് കെ മാണി തിരിച്ച് LDF പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രാഷ്ട്രീയത്തിൽ നമ്മൾ ആരും ചിന്തിക്കാത്ത രീതിയിലുള്ള വലിയ രാഷ്ട്രീയ ട്വിസ്റ്റുകൾ നടന്നൊരു മണ്ഡലമാണ് പാല എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പ്രശാന്ത് പാലയിൽ നിന്നാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും പ്രശാന്തിന് എന്താണ് തോന്നുന്നത് പാലയെ സംബന്ധിച്ച്? ഈ പാല എന്ന് പറയുന്ന മണ്ഡലത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന പാല മണ്ഡലത്തിന് ഈ പറയുന്ന മാണി സാർ, അതായത് കെ മാണി എന്ന് പറയുന്ന പാലായുടെ മാണി സാർ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പാലായുടെ ഹൃദയസ്പന്ദനമായിരുന്നു. അദ്ദേഹത്തെ അല്ലാതെ മറ്റൊരാളെ, അതായത് ഈ ബാർക്കോഴ വിവാദം അതെല്ലാം കഴിഞ്ഞു, കാലഘട്ടം കഴിഞ്ഞു. നമ്മൾ 2026 നിലനിൽക്കുന്നത്. ബാർക്കോഴ വിവാദം ശക്തമായിട്ട് ആഞ്ഞു വീശിയ കാലത്തും ഈ പറയുന്ന മാണി സാറോടെ ജയിച്ചു കയറി വന്നതാണ്. നമ്മൾ അതെല്ലാം കഴിഞ്ഞു, ആ കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞു. 2026 എത്തി നിൽക്കുമ്പോൾ എന്താണ് പാലയെ പറ്റി ഒറ്റ വാക്കിൽ 2026 വരുമ്പോൾ ജോസ് കെ മാണിക്ക് സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സാധ്യത ഉണ്ട് എന്നിരിക്കെ ആ സാധ്യത കുറയുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ജോസ് കെ മാണിക്ക് മാണി സാറിന്റെ ആ ഒരു പ്രഭാവം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന ജോസ് കെ മാണിക്ക് അവിടെ കിതപ്പുണ്ടാവാനുള്ള കാര്യം. കുതിപ്പുണ്ടാവുകയല്ല, കിതപ്പുണ്ടാവുകയാണ്. പക്ഷേ അവിടെ ഈ പറയുന്ന അത്ഭുതങ്ങൾ സംഭവിച്ചാൽ ഷോൺ ജോർജ് വരുമെന്നൊരു വാക്ക് പറയുമ്പോൾ പാലായിൽ പൊതുവെ ഷോൺ ജോർജ് എന്നൊരു പേര് കേട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മാണി സാറിന്റെ മരണത്തിന് ശേഷം അധികാരത്തിൽ കയറിയിട്ടുള്ള ഈ MLA ആയിട്ട് വന്നിട്ടുള്ള ഈ മാണി സി കാപ്പൻ പാലായ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു പറച്ചിലും അവിടെ ഉണ്ട്. ഞാൻ ഒരു പാലാക്കാരനായതുകൊണ്ട് തന്നെ പറയുന്നതാണ്. ഈ പറയുന്ന മാണി സാർ കൊണ്ടുവന്നിട്ടുള്ള ഈ വികസനത്തിനപ്പുറത്തേക്ക് പുതിയതായി യാതൊരുവിധ വികസനങ്ങളും പാലായിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് പച്ചയായ സത്യമാണ്. ഓക്കെ, നമ്മൾ അതിനൊക്കെ അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം പറയുന്നത് ത്രികോണ പോര് തന്നെയാണ്. വലിയൊരു ടൈറ്റ് ഫൈറ്റ് ആണ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു പൾസ് എങ്ങനെയാണ്? ടൈറ്റ് ഫൈറ്റ് ആണ് അവിടെ എല്ലാ പാർട്ടിയും. പാല എന്ന് പറയുന്നത് കോൺഗ്രസ് മണ്ഡലമാണ്. വർഷങ്ങളായി തന്നെ അതൊരു കോൺഗ്രസ് മണ്ഡലമാണ്. അവിടെ ഈ പറയുന്ന മാണി സി കാപ്പൻ ജയിക്കുന്നു എന്ന് പറഞ്ഞത് ഈ പറയുന്ന ജോസ് ടോമിനെതിരായിട്ടാണ് മാണി സി കാപ്പൻ ആദ്യമായിട്ട് മത്സരിച്ച് ജയിക്കുന്നത്. ഈ പറയുന്ന LDF ആ മണ്ഡലം പിടിക്കുന്നത് വളരെ വർഷങ്ങൾക്ക് ശേഷം, LDF നിന്ന് മാണി സാറ് പോയതിന് ശേഷം പിന്നീട് LDF ആ മണ്ഡലം തിരിച്ചു കിട്ടുന്നത്. അത് സാറിന്റെ മരണത്തിന് ശേഷം നടന്നിട്ടുള്ള ബൈ ഇലക്ഷനിൽ ജോസ് ടോമിനെതിരായില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാണി സി കാപ്പൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ നിന്നിട്ടുള്ളത്, അതായത് LDF നിന്നിട്ടുണ്ട്, UDF നിന്നിട്ടുണ്ട്. ഇപ്പോൾ UDF നിൽക്കുന്നത്. പക്ഷേ പാല മണ്ഡലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പാലയിലെ ഏറെക്കുറെ എല്ലാം തന്നെ UDF കസ്റ്റഡിയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. UDF ഈസി വാക്ക് ഓവറുള്ളൊരു മണ്ണായിട്ടാണ് UDF കണക്കാക്കുന്നത്. കാരണം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ആണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്ത് ആണെങ്കിലും ജില്ലാ പഞ്ചായത്ത് ആണെങ്കിലും എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം UDF അനുകൂലമായിട്ടുള്ള ട്രെൻഡാണ് അവിടെ നിലനിൽക്കുന്നത്. അതെ, അപ്പോൾ ആ ട്രെൻഡാണ് അവിടെ നിൽക്കുന്നത്. നമ്മൾ 2021 കണക്കിലേക്ക് വരികയാണെങ്കിൽ 2021 മാണി സി കാപ്പൻ UDF വേണ്ടി മത്സരിക്കുമ്പോൾ
കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 69,804 വോട്ടുകളാണ്. അവിടെ ജോസ് കെ മാണി കിട്ടിയത് 54,426 വോട്ടുകളാണ്. അവിടെ BJP സ്ഥാനാർത്ഥി കിട്ടിയത് 10,869 വോട്ടുകളാണ്. സ്വാഭാവികമായിട്ടും 15,378 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ മാണി സി കാപ്പൻ വിജയിച്ചിട്ടുള്ളത്. പക്ഷേ രാഹുൽ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വോട്ട് കണക്കുകൾ എടുത്താൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഓരോ തവണയും അവിടെ BJP വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം 10,000-ൽ നിന്ന് അതിനുശേഷം അത് 20,000-ന് അടുത്ത് വരേക്കും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കാരണം അവര് ഈ പറയുന്ന NDA സഖ്യവുമായിട്ട് കൂടി നിന്നിട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന വോട്ട് വർദ്ധിപ്പിക്കുന്ന അല്ല ഏറ്റവും കൂടുതൽ 2016-ലാണ് 24,000 വോട്ട് BJP സ്ഥാനാർത്ഥി കിട്ടുന്നത്. ഞാൻ പറഞ്ഞത് 2021-ൽ അത് 10,000 വോട്ടായിട്ട് കുറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു 10,000 വോട്ട് കൂടെ ഇന്ന് മത്സരിക്കുന്ന ഷോൺ ജോർജ് പിടിച്ചു മാറ്റിയെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ പിടിച്ചു മാറ്റുന്ന വോട്ട് ആർക്കായിരിക്കും പ്രശ്നമുണ്ടാക്കുക? ഈ പിടിച്ചു മാറ്റുന്ന വോട്ടുകളെല്ലാം തന്നെ LDF-ന്റെ വോട്ടുകളാണെന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. അത് കോട്ട ഉണ്ടാക്കുന്ന ആർക്കാണ്? ജോസ് കെ മാണിക്കാണ്. കാരണം ഈ UDF-ന്റെ വോട്ട് ബാങ്ക് അങ്ങനെ ഒരു സമവാക്യം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ മാണി സി കാപ്പൻ തന്നെ വിജയിക്കും. ആ ഒരു സമവാക്യമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. കാരണം ഈ പറഞ്ഞ അത്ഭുതം എന്ന് പറയുന്നത് BJP വോട്ട് വർദ്ധിപ്പിക്കുന്നു. സ്വാഭാവികമായും BJP വോട്ട് അവിടെ വർദ്ധിപ്പിക്കുന്നു, പാലയിൽ വോട്ട് വർദ്ധിപ്പിക്കുന്നു. ആ പോകുന്ന വോട്ടുകളെല്ലാം തന്നെ ആരുടേതാണ്? ഈ പറയുന്ന ജോസ് കെ മാണി അല്ലെങ്കിൽ LDF-ന്റെ വോട്ടുകളാണ് ഈ പറയുന്ന മാറ്റമുണ്ടായി പോകുന്നത്. അല്ല, അങ്ങനെ പറയുകയാണെങ്കിൽ പാലയിൽ അത്ഭുതങ്ങളൊന്നും സംഭവിക്കത്തില്ല. അത്ഭുതങ്ങളും സംഭവിക്കില്ല, സുഖമായി വിജയിച്ചു പോകും. എനിക്ക് തോന്നുന്നു എന്റെ ഒരു കണക്കൂട്ടൽ അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ 10,000 വോട്ടുകൾ ഷോൺ ജോർജ് അധികം വാങ്ങിച്ചു വന്നിരിക്കട്ടെ. സ്വാഭാവികമായിട്ടും അവിടെ LDF-ന് ഉണ്ടാകുന്ന ഒരു ടോട്ടൽ വോട്ട് എന്ന് പറയുന്നത് 54,000-നും 55,000-നും ഇടയ്ക്കുള്ളൊരു ടോട്ടൽ വോട്ടുകളാണ് അവിടെ LDF-നുള്ളത്. LDF-ന്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് വോട്ടുകൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതിൽ നിന്നും ഒരു 10,000 വോട്ടുകൾ കൂടി മാറിപ്പോവുകയാണ്. 5,000 വോട്ടുകൾ മാറി രണ്ട് പാർട്ടിയിൽ നിന്നും 5,000 വോട്ടുകൾ കൂടി മാറി വരികയാണെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് 10,000 വോട്ടിൽ തീർച്ചയായിട്ടും ഇവിടെ മറ്റൊരു കാര്യം കൂടി ഈ പറയുന്ന മാണി സാറിന്റെ കാലഘട്ടത്തിൽ ചെയ്തു വെച്ചിരുന്നു. കാരണം മാണി സാർ UDF-ൽ നിൽക്കുന്ന സമയത്ത് ചെയ്തു വെച്ച ഒരു വലിയൊരു മാറ്റം തന്നെ ഇപ്പം ഈ പറയുന്ന മാണി സാറിന്റെ മകന് തന്നെ വിനയായിട്ട് വന്നിട്ടുണ്ടെന്നാണ്. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ കിടന്നിരുന്ന പ്രദേശങ്ങളാണ്, മീനച്ചിൽ താലൂക്കിലല്ല, അത് കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ കിടന്നിരുന്ന പ്രദേശങ്ങളാണ് എലിക്കുളം മുതൽ, അതായത് എലിക്കുളം പഞ്ചായത്ത് മുതൽ എലിക്കുളം പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കൊപ്രാക്കളം 2-ാം മൈലിന് തൊട്ടടുത്ത് വരുന്ന പ്രദേശം വരെ, 2-ാം മൈലിൽ 1-ാം മൈലിന് തൊട്ടടുത്ത് വരുന്ന പ്രദേശം വരെ, അതായത് പൊൻകുന്നത്ത് നിന്നും ഏകദേശം 5 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ 1-ാം മൈൽ വരുന്നത്. ഈ 1-ാം മൈലിന് തൊട്ട് ചേർന്നിരിക്കുന്ന കൊപ്രാക്കളം കഴിഞ്ഞ് ഏകദേശം 3 കിലോമീറ്ററോളം മുന്നോട്ട് കയറി ഈ പറയുന്ന 1-ാം മൈൽ വരെയുള്ള പ്രദേശങ്ങൾ കാഞ്ഞിരപ്പള്ളി താലൂക്കിന്റെ കീഴിൽ കിടന്നതായിരുന്നു. ഈ കാഞ്ഞിരപ്പള്ളി താലൂക്കിന്റെ കീഴിൽ കിടന്ന പ്രദേശങ്ങൾ എല്ലാം തന്നെ UDF-ന്റെ കോട്ടകളാണ്. പറയുന്ന കൊപ്രാക്കളം, അതുപോലെ തന്നെ പനമറ്റം ഇപ്പം BJP ശക്തി പ്രാപിച്ചിട്ടുണ്ട്. എങ്കിലും പനമറ്റം, കൊപ്രാക്കളം, ഈ പറയുന്ന എലിക്കുളം, കാരക്കുളം, കുരുവിക്കൂട്, ഉരുളികുന്നം, അതുപോലെ തന്നെ പൈക, വിളക്കുമാടം, മല്ലികശ്ശേരി, ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ മീനച്ചിൽ താലൂക്കിലോട്ട് കൊണ്ട് ലയിപ്പിച്ചു. ഇതിൽ മീനച്ചിൽ താലൂക്കിൽ കിടന്ന പ്രദേശങ്ങൾ എലിക്കുളം ഒഴികെയുള്ള ബാക്കി ഞാൻ പറഞ്ഞിട്ടുള്ള എലിക്കുളവും കാരക്കുളവും ഈ പറയുന്ന കൊപ്രാക്കളം 1-ാം മൈൽ വരെയുള്ള, പനമറ്റം മുതൽ കൊപ്രാക്കളം 1-ാം മൈൽ വരെയുള്ള ഭാഗങ്ങൾ മുഴുവൻ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ കിടന്നതാണ്. ഇതിനെ അന്നത്തെ കാലത്ത് മീനച്ചിൽ താലൂക്കിലേക്ക് എടുക്കുകയും കാഞ്ഞിരപ്പള്ളി താലൂക്ക് കുറച്ചുകൂടി വികസിപ്പിച്ച് മണിമല, ഈ പറയുന്ന വാഴൂർ, ആ ഒരു പ്രദേശത്തേക്ക് അങ്ങ് വ്യാപിപ്പിച്ചു. സ്വാഭാവികമായിട്ട് UDF-ന് അനുകൂലമായിട്ട് തന്നെയാണ് ഈ മണ്ഡലം ഇപ്പോൾ UDF-ന്റെയാണ്. പക്ഷെ ഒരിക്കലും മാണിസാർ പോലും വിചാരിച്ചിട്ടില്ല സ്വന്തം മകനെ LDF-ലേക്ക് പോകുന്നു. UDF-ന്റെ കോട്ടയിൽ നിന്ന് അദ്ദേഹം ഇവിടെ പാർട്ടി പ്രസിഡന്റ് മത്സരിക്കണം എന്ന് തീരുമാനിച്ചത് പാർട്ടി തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം, റോഷി അഗസ്റ്റിനൊക്കെ ആദ്യമേ മൈക്ക് പിടിച്ചു വാങ്ങിയിട്ട് ഞങ്ങളുടെ പ്രസിഡന്റ് തന്നെ മത്സരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഓളം സൃഷ്ടിക്കുകയും അവസാനം എനിക്കൊന്ന് അദ്ദേഹത്തിന് പണി കൊടുത്തതാണ്. അത് ഇവിടെ മറ്റൊരു കാര്യങ്ങളുണ്ട് കേട്ടോ, അത് ഇവിടെ പറയണോ വേണ്ടെന്ന് ഉള്ളൊരു കാര്യമാണ്. എങ്കിലും ഞാൻ പറയാതെ പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. ജോസ് കെ മാണിയെ അവിടുത്തെ LDF-കാർ ഇതിനെ തോൽപ്പിക്കുമെന്നുള്ളത് ഒരു പച്ചയായ സത്യമാണ്. കാരണം എങ്ങാനും LDF അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ജോസ് കെ മാണി MLA ആയിട്ടുണ്ടെങ്കിൽ അയാൾ മന്ത്രിയാവും. അയാൾ മന്ത്രിയായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കുക അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൈവശം വരുന്നിരുന്ന ധനകാര്യം തന്നെയായിരിക്കും. എന്തായാലും കേരള കോൺഗ്രസിന് ധനകാര്യം കൊടുക്കുവാനായിട്ട് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒട്ടും താല്പര്യമില്ല എന്നുള്ളത് അടുക്കള രഹസ്യമായ അങ്ങാടിപ്പാട്ടാണ്. അല്ല, അങ്ങനെയുള്ള ഒരുപാട് രാഷ്ട്രീയ സമവാക്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇവിടുത്തെ എക്സിറ്റ് പോളുകളെല്ലാം പ്രവചിക്കുന്നത് പാലയ്ക്ക് മാറ്റമൊന്നുമില്ല, പാല UDF-ന്റെ കോട്ടയാണ്. പാല UDF-ന്റെ കോട്ടയാണ്. അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും.